ആലപ്പുഴ യാത്രക്കിടെ നോക്കിയപ്പോൾ ഒരമ്മ മോരും വെള്ളം വിൽക്കുന്നു. ഒന്നും നോക്കിയില്ല, വണ്ടി നിർത്തി ചാടി ഇറങ്ങി. 3 മോരും വെള്ളം അങ്ങ് ഓർഡർ ചെയ്തു. നല്ല എരിവും പുളിയും ഉപ്പുമുള്ള അടിപൊളി മോരും വെള്ളം, കൂടെ നല്ല തണുത്ത സോഡയും കൂടെ ആകുമ്പോൾ ഒന്നും പറയണ്ടല്ലോ. ഇടുക്കി ബഡ്ഡിയുടെ ആലപ്പുഴ യാത്രയുടെ 2ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ മോരും വെള്ളത്തെക്കുറിച്ച് കുറച്ചധികം പറയേണ്ടതുണ്ട്. ചുവന്ന നിറത്തിൽ ആദ്യം ഒഴിക്കുന്നത് കണ്ടില്ലേ, അതാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നല്ല സൂപ്പർ മസാല. എത്ര ചോദിച്ചിട്ടും അതിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്താണെന്ന് ആ അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല. എന്തായാലും നല്ല വ്യത്യസ്തമായ രുചി, അത് ഉറപ്പിച്ച് പറയാം. അത് ഞാൻ തട്ടിവിടുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സമയം ഉച്ചയായിരിക്കുന്നു, എന്തെങ്കിലും കഴിക്കണം, അതാണ് അടുത്ത ലക്ഷ്യം. ഇടുക്കിക്കാർ ആയതുകൊണ്ട് തന്നെ നാടൻ ഭക്ഷണമാണ് തപ്പി ഇറങ്ങിയത്. നല്ല മീനൊക്കെ കൂട്ടി. പക്ഷെ ചെന്നെത്തിയതോ ഒരു മന്തിക്കടയിൽ. ഗ്യാസിൻ്റെ പ്രശ്നം കാരണം ഒരിടത്തും ഊണില്ല. പിന്നെ ഞങ്ങൾ കഴിക്കാനായി ജീവിക്കുന്നവരായതുകൊണ്ട് എന്തും പോകും. ഞാനും മനാഫും ഓരോ സിംഗിൾ ബിരിയാണിയും എൽവിൻ ഒരു കുഴിമന്തിയും ഓർഡർ ചെയ്തു. പിന്നെ പോരാട്ടം ആരംഭം. ഊണ് കഴിഞ്ഞാൽ വിസ്തരിച്ചൊരു കുളി, അത് പതിവാണ്. ആലപ്പുഴ ആയതുകൊണ്ട് മിനിമം കായലിലെങ്കിലും കുളിക്കണ്ടേ. അപ്പം ഇവിടെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. അമ്മരോട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കാളും കുറച്ച് കൂടുതൽ വെള്ളമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിൽ ഇറങ്ങി ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ച് വന്നതാണേ. എൽവിനൊക്കെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. കണ്ടോ, ഇവിടുത്തെ പിള്ളേരൊക്കെ വെള്ളത്തിൽ ചാടി നീന്തുന്നതാണേ. അങ്ങനെ ആ കായൽക്കടവിൽ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരിക്കുവാണേ. നല്ല കാറ്റൊക്കെ ഉണ്ട്, അന്തരീക്ഷമൊക്കെ നല്ല ചൂടാണ്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല ഫീലാണ്. കണ്ടോ എന്നാ രസം നോക്കിയേ. ചേർത്തല കട്ടച്ചിറയാണ് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാർ ആരെങ്കിലും വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഒന്നും നോക്കിയില്ല, ഈ കായലിലേക്ക് അങ്ങ് എടുത്ത് ആടാൻ പോകട്ടോ. നരൻ സിനിമയെ മോഹൻലാൽ കിടക്കുന്ന പോലെ കിടക്കുന്നുണ്ടോ മനാഫ്? ചെറുപ്പത്തിൽ ആറ്റിച്ചാടാൻ പോയിരുന്നത് കൊണ്ട് അത്യാവശ്യം നീന്തലൊക്കെ വശമുണ്ടായിരുന്നു. എത്ര വലിയ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചാലും ഈ കായൽ കുളിക്കുന്ന സുഖം കിട്ടുമോ? അങ്ങനെ കായലിൽ വിസ്തരിച്ചൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടുന്ന് പുറപ്പെടുവാണേ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതേതെങ്കിലും പാർട്ടിയുടെ കൊടിയാണെന്ന്. പക്ഷെ കൊടിയല്ല, ഇത് നമ്മുടെ കൂട്ടത്തിലൊരു ശക്തൻ കുളിയൊക്കെ കഴിഞ്ഞ് ജെട്ടി ഉണക്കാൻ ഇട്ടേക്കുന്നതാണ്.